ഫ്രണ്ട്സ്, നമുക്ക് എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. ഒരു സ്ഥാപനത്തിൽ പല ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം ജനറേറ്റ് ചെയ്ത് ആ ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മൊത്തത്തിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്രക്രിയ അതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ ദൈനംദിനം സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ സപ്ലയേഴ്സ് നമുക്ക് ബില്ല് തരുന്നു. നമ്മൾ അവർക്ക് സാധനങ്ങൾ അങ്ങോട്ടേക്ക് വിൽക്കുമ്പോൾ നമ്മൾ ഇൻവോയ്സ് കൊടുക്കുന്നു. നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചയക്കും, അവർ വാങ്ങിയ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കും. അപ്പോൾ ചില നോട്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. നമ്മൾ സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ചില എക്സ്പെൻസുകൾ ഉണ്ടാവും, അതിന് നമ്മളൊരു വൗച്ചർ കീപ്പ് ചെയ്യുന്നു. സപ്ലയേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു റെസീപ്റ്റ് വാങ്ങുന്നു. കസ്റ്റമേഴ്സ് നമുക്ക് പേയ്മെൻറ്റ് തരുമ്പോൾ കസ്റ്റമേഴ്സിന് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു റെസീപ്റ്റ് കൊടുക്കുന്നു. അതേപോലെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിൻ്റെ പേ ഇൻ സ്ലിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. ആളുകൾക്ക് ചെക്ക് കൊടുക്കുന്നു, ചെക്കിൻ്റെ കൗണ്ടർ ഫോയിൽ കീപ്പ് ചെയ്യുന്നു. ബാങ്കിലെ പാസ്ബുക്ക് നമ്മൾ പതിപ്പിച്ച് വാങ്ങുന്നു. ഇതൊക്കെ നമ്മുടെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. അക്കൗണ്ടിങ് ചെയ്യാനുള്ള സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ബില്ല്, വൗച്ചർ, ഇൻവോയ്സ്, പാസ്ബുക്ക്, പേ ഇൻ സ്ലിപ്പ്, റെസീപ്റ്റ് ബുക്ക്, ഈ നോട്ട്സുകൾ എല്ലാം. ഈ സോഴ്സ് ഡോക്യുമെൻറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്കാണ് ജേണൽ ബുക്ക്. ഈ ജേണൽ ബുക്കിലാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ റെക്കോർഡിങ് ചെയ്യുന്നത് ജേണലിലാണ്. ജേണൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് ലെഡ്ജറുകൾ എഴുതലാണ്. ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മൾ ജേണലിൽ എഴുതിയ എല്ലാ ഐറ്റത്തിനും പ്രത്യേകം ഹെഡുകളാക്കി തരംതിരിച്ച് ക്ലാസിഫൈ ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ലെഡ്ജർ ബുക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു മെയിൻ ബുക്കാണ് ലെഡ്ജർ. അങ്ങനെ ലെഡ്ജറുകളിലേക്ക് എടുത്ത് എഴുതുന്നതിനെ പറയുന്നതാണ് ലെഡ്ജർ പോസ്റ്റിംഗ്. ആദ്യം ചെയ്തത് ജേണലൈസിങ്, പിന്നെ ലെഡ്ജർ പോസ്റ്റിംഗ്. ലെഡ്ജറുകൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഓരോ ലെഡ്ജറുകളും ടോട്ടൽ ചെയ്ത് അത് ബാലൻസ് ചെയ്ത് ആ ബാലൻസുകളെ ഒരു ലിസ്റ്റിലേക്ക് എടുത്തെഴുതും. ആ ലിസ്റ്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യലാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പീരീഡിലെ ലാഭവും നഷ്ടവും അറിയാനും അന്നേ ദിവസം എത്ര ആസ്തിയുണ്ട്, എത്ര ബാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കാനും പ്രിപ്പയർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ സോഴ്സ് ഡോക്യുമെൻറ്റ്സുകളിൽ നിന്ന് ആദ്യത്തെ ബുക്കായിട്ടുള്ള ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു. ജേണലിൽ നിന്ന് ലെഡ്ജറുകൾ ഉണ്ടാക്കുന്നു. ലെഡ്ജറുകളിൽ നിന്ന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു. ട്രയൽ ബാലൻസിൽ നിന്ന് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ. ഇതെല്ലാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം അപ്ഡേഷൻസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.